ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കട്ടപ്പന യാത്ര ബസ്സിൽ നടത്തി, അതിനുശേഷം വീണ്ടും ഒരു യാത്ര ബസ്സിൽ കുടകിലേക്ക് വിരാജ്പേട്ടിലേക്ക് തരപ്പെട്ടു. ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ഇരിട്ടിയിൽ നിന്നും ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ് വിരാജ്പേട്ടിലേക്ക് പോകുന്ന ബസ് കിട്ടി. അതിൽ വള്ളിത്തോട്ടിൽ നിന്നാണ് കയറിയത്. അതുകൊണ്ട് കൂട്ടുപുഴ മുതൽ വിരാജ്പേട്ട് വരെയുള്ള ചില ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. റോഡ് വളരെ മോശമാണ്. ഈ റോഡിൽ ഞാനൊരു മാസം 2-3 പ്രാവശ്യമെങ്കിലും കാർ ഓടിച്ച് പോകുന്നതാണ്. ഇന്നൊരു അത്യാവശ്യം വേഗം പോയി വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് ബസ്സിൽ യാത്ര തരപ്പെട്ടു. അപ്പോൾ വിരാജ്പേട്ട് വരെയുള്ള ചില ദൃശ്യങ്ങളൊന്ന് കാണുക. ഇരിട്ടിയിൽ നിന്ന് വിരാജ്പേട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അതിർത്തി എത്താറായിരിക്കുന്നു. കൂട്ടുപുഴ പാലത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യമാണിത്. ഇപ്പോൾ ഇതാ ബസ് ഇടത്തോട്ടുള്ള റോഡ് പഴയ കൂട്ടുപുഴ പാലത്തിലേക്കാണ്. ഇതാ പുതിയ പാലത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ്. ഈ പുഴ കടന്നാൽ നമ്മൾ കടന്ന് കർണാടകത്തിലേക്ക് കയറും. ഇതാ പഴയ റോഡ് ഇവിടെ ലെഫ്റ്റിൽ വന്ന് ചേരുന്നുണ്ട്. ചില വാഹനങ്ങളൊക്കെ ചുരം കയറുന്നതിന് മുമ്പ് ഇവിടെ നിർത്തി വിശ്രമിക്കാറുണ്ട്. കേരളത്തിൽ ചില ആവശ്യങ്ങൾക്കൊക്കെ നിർത്തേണ്ടി വരുമ്പോൾ അവിടെ നിർത്താറുമുണ്ട്. സംസ്ഥാനാന്തര പാതയാണെങ്കിലും റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് ഈ വഴി ഇപ്പോൾ കാർ ഓടിച്ച് കടന്നു പോകുന്നത് വളരെ ദുഷ്കരമാണ്. ഇത് നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ്, പോലീസ് ചെക്ക് പോസ്റ്റ്. ഇത് കർണാടകത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ കർണാടകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കൂട്ടുപുഴയിൽ നിന്ന് നമുക്ക് വിരാജ്പേട്ടിലെത്താൻ മുമ്പൊക്കെ 1 മണിക്കൂറാണെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂറിന് മേലെ വേണ്ടി വരും. ഈ റോഡ് ഒന്ന് പുതുക്കി പണിതായിരുന്നു. ഒരു 10 വർഷം മുമ്പ് എൻ്റെ ഓർമ്മ. 10-15 വർഷം മുമ്പ് വളരെ മോശമായി ഇപ്പോൾ റോഡൊന്ന് പുതുക്കിയെടുത്തതാണ്. ഇപ്പോൾ വീണ്ടും മോശമായി. കേരളത്തിൻ്റെ പഴയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെ കർണാടകത്തിൽ നമ്മൾ വരേണ്ടിയിരിക്കുന്നു. പുഴകളൊക്കെ നേരത്തെ തന്നെ വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ മിക്കവാറും ഇവിടെ നിർത്തി ഊണൊക്കെ കഴിച്ചാണ് പോകുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ കാടൊക്കെ ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർമാരൊക്കെ ഒന്ന് ക്ഷീണിക്കും. അതുമാത്രമല്ല, തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും വരുന്ന ബസ്സുകളും ഇതിനു മുമ്പ് കണ്ട ഹോട്ടലുകളിൽ നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് മിക്കവാറും യാത്ര തുടരുന്നത്. പെരുമ്പാടി ചുരം എന്നാണ് ഈ റോഡിന് പറയുന്നതെങ്കിൽ അത്ര വലിയ ചുരമെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ വളവുകളും തിരിവുകളുമുള്ള റോഡാണ്. ഇപ്പോൾ റോഡും കൂടെ മോശമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വഴിക്ക് വണ്ടി ഓടിച്ച് പോവുക എന്നുള്ളത്. ഞാൻ ഒരു വർഷം ഒരുപാട് പ്രാവശ്യം ഇതിലെ കാർ ഓടിച്ച് പോകുന്നതാണ്. അന്ന് പെട്ടെന്നൊരു പ്രാവശ്യം ബാംഗ്ലൂർക്കൊന്ന് പോകേണ്ടി വന്നപ്പോൾ കാറ് കേരളത്തിൽ നിർത്തിയിട്ടിട്ട് ബസ്സിൽ വീണ്ടും ഒരു യാത്ര, കട്ടപ്പന യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്ര കിട്ടിയതാണ്. അത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. റോഡ് ഇത്തിരി ഇടുങ്ങിയതായതുകൊണ്ട് ബസ്സുകൾ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് വാഹനം തിരിക്കൽ ഇത്തിരി കൂടിപ്പോയതാണെന്ന് തോന്നുന്നത്. ഹെയർ പിൻ വളവെന്ന് പറയാവുന്ന ഒരു വളവാണ്. തിരിപ്പൊരൽപ്പം കൂടിപ്പോയതാണോ അതോ ഇനി സ്റ്റിയറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നതാണോ എന്നറിയത്തില്ല. ഏതായാലും റോഡിന് പുറത്താണ് ആളുള്ളത്. ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ്. രാവിലെ ഒരു 9 മണിക്ക് വിട്ടാൽ വൈകുന്നേരം 4 മണിയോടുകൂടി കണ്ണൂർ എത്തും. കുറച്ച് തണുപ്പ് കാലമായാലും അല്ലെങ്കിൽ അതിരാവിലെയും വൈകുന്നേരങ്ങളിലും മഴക്കാലത്തുമൊക്കെ ഇവിടെ മഞ്ഞ് കാരണം നമുക്ക് റോഡ് കാണാൻ വയ്യാത്ത രീതിയിൽ മഞ്ഞ് വരുന്ന സ്ഥലമാണ്. ഇത് ഏകദേശം നല്ല പകലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷം നേരം വെളുക്കുന്നത് വരെ, നേരം വെളുത്തൊരു 7 മണി വരെയൊക്കെ അതികഠിനമായ മഞ്ഞുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഈ ചുരം ഏകദേശം മുഴുവൻ ഭാഗത്തും മഞ്ഞുണ്ടാവും.
പല ദിവസങ്ങളിലും മഞ്ഞ് കാരണം കയറിപ്പോകാനോ ഇറങ്ങി വരാനോ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. പിന്നെ റോഡും കൂടി മോശമായതുകൊണ്ട് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സാണ്. നമ്മുടെ യൂണിഫോം പെയിൻ്റ് അടിക്കാത്ത ഒരു ഏക വണ്ടി എന്ന് പറയാം. അല്ലെങ്കിൽ മലക്കപ്പാറയ്ക്ക് പോകുന്ന ചീനിക്കാസ് എന്ന് പറഞ്ഞൊരു ബസ്, ഇത് ലക്ഷ്മി തലശ്ശേരി കുട്ട ഓടുന്ന ബസ്സാണ്. ഇൻ്റർസ്റ്റേറ്റ് ആയതുകൊണ്ട് അതിന് നീലയിൽ വെള്ള 3 വരയും ഇല്ലാതെ ഓടുന്ന ഏതാനും ചില ബസ്സുകളിൽ ഒന്നാണിത്. ചുരം കയറി കഴിഞ്ഞു. ചുരം കയറി നിരപ്പിലെത്തുന്ന സമയത്ത് ഇടതുവശത്ത് നല്ലൊരു ജലാശയമുണ്ട്. ഏത് സമയത്തും അവിടെ വെള്ളമുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ മഴക്കാലത്ത് എന്തായാലും നല്ല വെള്ളമുണ്ട്. ഈ കിടക്കുന്ന വണ്ടി ഒന്ന് കാണുക. ഒരു 407ഓ 608ഓ ആയിരിക്കണം. ഏതായാലും അതിൽ കയറ്റിയിരിക്കുന്ന കച്ചിയുടെ ആ സൈസ് ഒന്ന് നോക്കുക. 2 സൈഡിലേക്കും തള്ളിയിട്ട് മുമ്പിൽ ക്യാബിന് മുൻപിലുമൊക്കെ ലോഡ് ചെയ്ത് ഇത് പോകുന്ന ഒരു വലിയ സർക്കസ് സാഹസം തന്നെയാണ്. അതുകൊണ്ടും ആൾക്കാർ പോകുന്നുണ്ട്. കേരളത്തിലെത്തുമ്പോൾ മിക്കവാറും MVD പിടിക്കാനും സാധ്യതയുണ്ട്. മുമ്പ് പഴയ പാലത്തെ കൂടെ ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിൽ ഇതിങ്ങനെ ഉരഞ്ഞ് ബ്ലോക്കായിട്ട് പലപ്പോഴും റോഡ് ബ്ലോക്ക് ആകാറുണ്ടായിരുന്നു. ഇപ്പോൾ കൊടകിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ കഴിയും. രാജ്പേട്ടിലേക്കുള്ള റോഡാണ് ഇത്. മറ്റൊരു ചെക്ക് പോസ്റ്റാണ്, പെരുമ്പാടി ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരാജ്പേട്ടിലേക്ക് പോകും. വിരാജ്പേട്ട് വഴി ബാംഗ്ലൂർക്ക് പോകാം. നേരെ കിടക്കുന്ന റോഡിൽ കൂടെ പോയാൽ വിരാജ്പേട്ട് ടച്ച് ചെയ്യാതെ നമുക്ക് ബാംഗ്ലൂർ പോകാം. വിരാജ്പേട്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവർക്ക് നേരെ പോയാൽ സമയം ലാഭിക്കാം. കുടകിലെ കാപ്പിത്തോട്ടങ്ങളാണ് ഇടതുവശത്ത്. സാധാരണ ഈ ഭാഗത്തെല്ലാം കാപ്പി തന്നെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. വിരാജ്പേട്ട് ടൗൺ അടുത്തുകൊണ്ടിരിക്കുന്നു. ടൗൺ തുടങ്ങിയെന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ അത്ര ആർഭാടമില്ലാത്ത കെട്ടിടങ്ങളും പഴയ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നഗരമാണ് വിരാജ്പേട്ട്.
വിരാജ്പേട്ടിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മിക്കവാറും എല്ലാ KSRTC ബസ്സുകളും അവിടെ കയറി ഇറങ്ങിയേ പോകാറുള്ളൂ. അതുകൊണ്ട് യാത്രക്കാർക്ക് വളരെ സൗകര്യമാണ്. കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാർ പെയിൻ്റടിയിൽ മത്സരം ആരംഭിച്ച് കുളമാക്കിയപ്പോഴാണ് അവിടെ എല്ലാ പ്രൈവറ്റ് ഓർഡിനറി ബസ്സുകൾക്കും നീല പെയിൻറ്റിൽ വെള്ള വര ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. ഇവിടെ കുഴപ്പമില്ലാതെയൊക്കെ ആൾക്കാർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കും കർണാടകത്തിൽ വന്നാൽ നമുക്ക് വിവിധ തരം പെയിൻ്റ് അടിച്ച പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ കഴിയും. പഴയ കേരളം മാതിരി. ഈ കിടക്കുന്ന നീല വണ്ടി മറ്റൊരു ലക്ഷ്മിയാണ്. കേരളത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇത് KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ്. ഈ ബസ് KSRTC സ്റ്റാൻഡ് കൊണ്ട് ട്രിപ്പ് അവസാനിപ്പിക്കും. ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് മാറിക്കയറി നമുക്ക് ഗോണിക്കുപ്പ, ഹുൻസൂർ, മൈസൂർ ചെന്നിറങ്ങി അവിടുന്ന് നോൺ സ്റ്റോപ്പ് ബസ്സുകൾ ധാരാളം കിട്ടും. ആൾ നിറയുന്നതിനനുസരിച്ച് പോകാനായി ലൈനായിട്ട് ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാംഗ്ലൂർ പോകാൻ ഏറ്റവും എളുപ്പം അതാണ്. അല്ലാതെ നമുക്ക് മറ്റ് വോൾവോകളും ഒക്കെ ചിലപ്പോൾ വിരാജ്പേട്ട് ടു ബാംഗ്ലൂർ കിട്ടാനും സാധ്യതയുണ്ട്. ഇത് കർണാടക KSRTCയുടെ ഒരു ഓർഡിനറി ബസ്സാണ്. അങ്ങനെ വിരാജ്പേട്ട് KSRTC സ്റ്റാൻഡിലെത്തി. അത്യാവശ്യമായ യാത്ര ആയതുകൊണ്ട് ബസ് പാർക്ക് ചെയ്യുന്നതുവരെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം മറ്റൊരു വിരാജ്പേട്ട് മൈസൂർ ബസ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുടക് യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാംഗ്ലൂരിലേക്ക് ഞാൻ യാത്ര തുടരുന്നു.